Good morning, ladies and gentlemen. Welcome to your favorite Good morning, ladies and gentlemen. ഞാൻ വന്നിരിക്കുകയാണ്. എന്നെ ഒരു പയ്യൻ എനിക്ക് 42 ദിവസം എന്തോ ആയി തോന്നുന്നു, 42 ദിവസമായിട്ട് ഒരു കമൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കോസിൻ്റെ പോർട്ടാ പ്രോ എന്ന് പറയുന്ന ഈ ഹെഡ്സെറ്റ്, ഇത് പണ്ട് 1980s എന്തോ ഇറങ്ങിയ സാധനമാണ്. അമ്മമാരിപ്പോൾ ആൾക്കാരിൽ ഇപ്പോൾ കുറേ പേര് റെട്രോ പരിപാടിയൊക്കെ പിടിക്കുന്നുണ്ട്. അതിൻ്റെ നെസ്റ്റ് ചെയ്യാനായിട്ട് അമ്മമാർ ഈ സാധനം തിരിച്ചിറക്കിയിരിക്കുകയാണ്, ഈ കോസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റഡ് ലൈഫ് ടൈം വാറണ്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ സൈഡിൽ. ജീവാലം മൊത്തം ഇതിന് ചീത്തയായി കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമോ? ഒന്നും അത് കൊള്ളാമല്ലേ കുഴപ്പം സാധനമാണല്ലേ. എന്തെങ്കിലും ആവട്ടെ, ഈ പോർട്ടാ പ്രോ എന്ന് പറഞ്ഞ സാധനം എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ സബ്സ്ക്രൈബറുണ്ട് നമിത എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരി എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്കിത് വാങ്ങിച്ചു തന്നിരിക്കുകയാണ്. താങ്ക് യു നമിത ഫോർ ദിസ് തോട്ട്ഫുൾ ഗിഫ്റ്റ്. ബിക്കോസ് ആ ചെറുക്കൻ്റെ വിഷമ പുള്ളിക്കാരി കണ്ടിട്ട് പാവപ്പെട്ട ഒരുത്തന് വേണ്ടിയെങ്കിലും നീ ഇത് ചെയ് എന്ന് പറഞ്ഞായിരിക്കും പുള്ളിക്കാരി എനിക്കിത് മേടിച്ചത്. എന്താണെങ്കിലും പുള്ളിക്കാരിയാണ് മേടിച്ചു തന്നത്. ആൻഡ് ഈ സാധനം എൻ്റെ കൈ കിട്ടി. ഞാൻ ഇതും നമ്മളുടെ മൂൺ ഡ്രോപ്പും വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് കമ്പയർ ചെയ്തായിരുന്നു. ഇത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റുന്ന കേസാണ്. ഈ സാധനത്തിൻ്റെ കൂടെ നമുക്ക് അല്ലാത്തൊരു കേസ് മാത്രമേ കിട്ടത്തുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പാക്കേജിങ് ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ള വയർഡും ആണ്. ഇതിൽ മൈക്കും വരുന്നുണ്ട്. ഇൻലൈൻ മൈക്രോഫോൺ ആൻഡ് റിമോട്ട് വരുന്ന ഒരു വെർഷനാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഈ പറയുന്ന ഇൻലൈൻ ആയിട്ടുള്ളതും വരുന്നുണ്ട്, പിന്നെ വയർലെസ് ഉണ്ട് ഇതിൻ്റെ കേട്ടോ. ഇതിന് $35 എന്തോ ആണ് വെളി രാജ്യത്ത് നിന്ന് മേടിക്കുന്നതിൻ്റെ പ്രൈസ് എനിക്ക് അറിയത്തില്ല. ഭയങ്കര വില കുറഞ്ഞ സാധനം തന്നെയാണ്. ലൈക്ക് ഐ സെഡ്, വയറിൽ മൈക്ക് വെച്ച് വരുന്നതും ഉണ്ട്, അല്ലാതെ വയർലെസ് ആയിട്ട് വരുന്ന ഈ പോർട്ടാ പ്രോയും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മേടിക്കാം. 35 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവറാണ് ഈ സാധനത്തിലുള്ളത്. അതാണ് ഇതേപോലെ ഈ കേസിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ ഈസി ആയിട്ട് ഇത് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിത് മടക്കി ഓടിച്ച് അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഇതാണ് ഈ സാധനത്തിൻ്റെ ഓവറോൾ ഡിസൈൻ. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ദാണ്ട് ഈ പരിപാടി ഇങ്ങനെ പൊക്കിയ ഇതിങ്ങനെ നീളും. ഓക്കെ, പിന്നെ നമ്മളത് മാറ്റുമ്പോൾ തന്നെ ഈ അണ്ണ ഇങ്ങനെ വന്നിരിക്കും. നമ്മൾ എവിടെയാണോ കൊണ്ട് വെക്കണത് അത് അവിടെ ഒന്നുകിൽ ഇങ്ങനെ വെക്കണം, എന്നിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തലയിരിക്കണമെങ്കിൽ ഇതിങ്ങനെ തിരിച്ച് ഇവിടെ തന്നെ നിൽക്കും. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ക്ലാമ്പിംഗ് ഫോഴ്സ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സാധനത്തിൽ. ടൈറ്റ്നെസ് കുറയ്ക്കാനായിട്ട് ഫേമും ലൈറ്റ് എന്നുള്ള ഒരു സാധനം വരുന്നുണ്ട്. ഇത് നമ്മൾ തലയെ വെച്ചിട്ട് ഈ സാധനം ഇങ്ങോട്ടാക്കിയാൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ. ഞാൻ ഇങ്ങനെ ആക്കിയിട്ടത് നടന്നില്ല കേട്ടോ, ഇങ്ങനെ ആവില്ല. പക്ഷെ നമ്മൾ തലയെ വെച്ചിട്ട് നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ മറ്റേ കറക്റ്റ് വന്ന് നിൽക്കും. നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ പാഡ് നമുക്ക് വേറൊരു എക്സ്ട്രാ മേടിക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 35 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവേഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ കുഷനിങ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ലൂസാക്കണം. ആദ്യം മൊത്തത്തിൽ ലൂസാക്കിയതിന് ശേഷം ഇതിങ്ങനെ വെക്കണം. വെച്ചതിന് ശേഷം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ചെവിയിൽ ഇങ്ങനെ വന്ന് ഇരിക്കും. അത്യാവശ്യം നല്ല ക്ലാമ്പിംഗ് ഫോഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ മൂൺ ഡ്രോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് വളരെ സിമ്പിളാണ്. മൂൺ ഡ്രോപ്പിൽ 40 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവേഴ്സാണ് വരുന്നത്. ഇത് എല്ലാം അടിച്ച് ഇളകാം. ഒന്നും തന്നെ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു നീളം കൂട്ടുന്നതും കുറയ്ക്കുന്നതും. നമുക്ക് വയർ ഡിറ്റാച്ചബിളാണ്. നമുക്ക് ഈ സാധനമില്ല, ഈ ചെവിയിൽ വെക്കുന്ന സാധനം ഊരിയെടുക്കുക. അതാണ് ഈ ഭയങ്കര മോഡ്യുലറായിട്ടുള്ള ഒരു പരിപാടിയാണ് മൂൺ ഡ്രോപ്പ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് കംപ്ലീറ്റും ഇതുപോലെ പൊളിച്ച് എടുക്കാം. വയർ ചീത്തയായി കഴിഞ്ഞാൽ വേറെ മാറ്റാം, അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇതിപ്പോൾ 3.5 mm ഹെഡ്ഫോൺസ് ജാക്കിലാണ് വരുന്നത്. നമുക്കിത് ബാലൻസ്ഡ് 4.0 വെക്കാം. വയർലെസ് ഇല്ല, പക്ഷേ മൂൺ ഡ്രോപ്പിൻ്റെ ഇതിൻ്റെ വയർലെസ് വന്നിട്ടില്ല. പിന്നെ ടൈപ്പ് സിയുടെ വയർ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. ഇതിൽ മൈക്കില്ല കേട്ടോ, ഇതിൻ്റെ വയറിലൊന്നും മൈക്കില്ല. സോ അതൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പക്ഷേ ഞാൻ പറഞ്ഞു ഈസി ടു പുട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, സിമ്പിളാണ്. അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് മറ്റിങ്ങനെ എപ്പോൾ നോക്കിയാലും അഡ്ജസ്റ്റ് ചെയ്യണ്ട. ഒരിടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നോളും. ഇതല്ല, നമ്മളെടുത്ത് ചെവിയിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ അണ്ണം തിരിച്ച് തന്നെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം അണ്ണനുണ്ട്. നമുക്കിതേപോലെ ഇങ്ങനെ മടക്കി വട്ടമാക്കാം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വട്ടത്തിലായിട്ട് നിങ്ങൾക്ക് ഈ കേസിൽ കൊണ്ട് നടക്കാം. വെരി പോർട്ടബിൾ ആയിട്ട്, പോർട്ടാന്ന് അതുകൊണ്ടായിരിക്കും ഒരു പാറ്റ് ചെയ്യണം, പോർട്ട. എന്താണെങ്കിലും 2 ഓപ്പൺ ബാക്ക് ആയിട്ടുള്ള ഹെഡ്സെറ്റാണ്.
അതായത് നമുക്ക് ഹൈ വോളിയത്തിൽ സൗണ്ട് ലീക്കേജ് ഉണ്ടാകും, അപ്പുറത്തിരിക്കുന്നവരും കൂടെ പാട്ട് കേൾക്കും. ഓക്കെ, ഇതിൽ അറ്റ്ലീസ്റ്റ് കോൾ വിളിക്കാം. നിങ്ങൾ ഗെയിം കളിക്കുന്നവർക്കൊക്കെ ഈ മൈക്ക് ഉള്ളത് കൊണ്ട് ഗെയിമിങ്ങിനും അത്യാവശ്യം അടിപൊളിയാണ്. നമുക്ക് വോളിയം അപ്പ് ഡൗൺ ആൻസർ ഒക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് മൈക്ക് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ഡിസൈൻ ഓഫ് ദിസ് ഐറ്റം. സൗണ്ടിനെ പറ്റി പറയുമ്പം അവിടെ ഒരു ഭയങ്കര കോമഡി ഉണ്ട്. അതായത് ഈ അണ്ണന് ബേസ് ഇല്ല. മൂൺ ഡ്രോപ്പിന് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഇതിന് ബേസ് ഉണ്ട്. നല്ല ഒരു ഇടി നമുക്ക് കേൾക്കും. അത് എങ്ങനെ അവന്മാരത് അക്കംപ്ലിഷ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവില്ല. 35 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവറിൽ ഇനി ഇതിൻ്റെ മറ്റേ നമ്മളുടെ ഈ പറയുന്ന ക്ലാമ്പിംഗ് ഫോഴ്സ് വെച്ചിട്ടൊക്കെയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ദിസ് തിങ് കംസ് വിത്ത് റിയലി ഗുഡ് ബേസ്. നിങ്ങൾക്ക് നല്ല ബേസി ആയിട്ടുള്ള ഒരു റെട്രോ സ്റ്റൈല് ഹെഡ്ഫോൺസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് മേടിക്കാം. പക്ഷേ മൂൺ ഡ്രോപ്പിൻ്റെ മിഡ്സും ട്രബിളും ഒന്നും പറയാനില്ല കേട്ടോ. ഇറ്റ്സ് വെരി നൈസ്. ഇവിടെ ഇത് ആകെ ഒരു ഡൗൺഫോളായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ട്രബിളോ അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ട്രബിളോ അല്ല. മനസ്സിലായി? മിഡ്സും ഇത്തിരി പോരാ. പക്ഷെ മിഡ്സും ഞാൻ രണ്ടും സത്യം പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല. രണ്ടെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഇത് കുറച്ചും കൂടെ പ്രാക്ടിക്കലും കൂടെയാണ്. ഇതെന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾ ഈ സാധനം വെച്ച് പുറത്ത് ഞാൻ പറഞ്ഞില്ല ഹൈ വോളിയത്തിലൊക്കെ വെച്ച് നമ്മൾ വെളിയിറങ്ങി നടക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും നമ്മൾ എന്തിനാണ് കേൾക്കണമെന്നൊക്കെ കേൾക്കാൻ പറ്റും. വേറാസ് ദിസ് തിങ് അത് കേട്ടാലും മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഏവനെങ്കിലൊക്കെ നമുക്ക് സംസാരിക്കാം അവനുമായിട്ട്. മനസ്സിലായില്ല? അങ്ങനെ കുറേ പോസിറ്റീവായിട്ടുള്ള സാധനം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ ബേസ് നിങ്ങൾക്കൊരു അത്യാവശ്യം ബേസ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് സിഗ്നേച്ചർ ഭയങ്കര ഇഷ്ടപ്പെടും. ഇറ്റ് ഈസ് വെരി നൈസ്. നല്ല പഞ്ചി ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബേസ് ഇതിൽ നിന്ന് കിട്ടും. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. 35 മില്ലിമീറ്റർ ഡ്രൈവറിൽ അവന്മാർ അത് അക്കംപ്ലിഷ് ചെയ്തത് കുറച്ചും കൂടെ സേഫ്. എനിക്ക് ആകെ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ സാധനം എപ്പോൾ നോക്കിയാലും താഴെ ഇറങ്ങി വരണതും അങ്ങനെയൊക്കെ ഉള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അതർ ദാൻ ദാറ്റ് നല്ല അത്യാവശ്യം നല്ല നീളമൊക്കെ ഉള്ള വയറൊക്കെ തന്നെയാണ്. ഇത് ഞാൻ പറയല്ലേ നല്ലൊരു ന്യൂട്രൽ സൗണ്ടിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് സിഗ്നേച്ചറാണ്. ബേസ് വളരെ കുറവാണ്. ഞാൻ നമ്മൾ ക്ലാസിക് പാട്ടുകളായ മൈക്കിൾ ജാക്സൻ്റെയും നമ്മളുടെ ഈ പറയുന്ന മറ്റേ പഴയ കാലത്തെ ഈ ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേൾക്കണവർക്ക് സൂപ്പർ സാധനമാണ്. പഴയ എ.ആർ. റഹ്മാൻ്റെ പാട്ടുകൾ, പുതിയ EDM മറ്റേ മറിച്ചതൊന്നും നടക്കില്ല. റോക്ക് മ്യൂസിക്കൊക്കെ ഇതിൽ അടിപൊളിയാണ്. ഡിസ്ട്രോഷനൊക്കെ നല്ല ജില്ലിനെ കേൾക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ബേസ് വരുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ പുതിയ പാട്ടുകളും അങ്ങനത്തെ സാധനം നമ്മുടെ ബാഡാസുമായില്ലേ നമ്മുടെ വിജയര ഇതുപോലെ അതൊക്കെ ഇത് കേൾക്കാൻ നല്ല രസമാണ്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. ആ രണ്ടെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വയർലെസ് ഉണ്ട്. അപ്പോൾ അതിലും ഇതേ സൗണ്ട് സിഗ്നേച്ചർ തന്നെയായിരിക്കും. കുറച്ച് ബേസൊക്കെ വെച്ചിട്ട് വയറൊന്നും കാണില്ല. പിന്നെ ഇതിൻ്റെ വയർ നമുക്ക് ഇളക്കാനൊന്നും പറ്റില്ല. ഇത് പൊട്ടി കഴിഞ്ഞാൽ പൊട്ടി. മനസ്സിലായില്ലേ? അതൊക്കെയാണ് ഇവന്മാർ പൊളിച്ചാക്കിയത്. അതായത് ഈ വയറിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വയർലെസ് സാധനത്തിൽ വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനം പൊട്ടും. ഈ അറ്റത്തുള്ളത് ഇങ്ങനെ പിന്നെ പൊട്ടി കഴിഞ്ഞാൽ പൊട്ടി. അപ്പോൾ ഇത് മാറ്റിയിട്ട് പുതിയ വയർ വയ്ക്കാം. ഇവിടെ ഇത് പൊട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്മാർ അതുകൊണ്ട് ഇവിടെ കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു ഇതാണ് കൊടുത്തേക്കണം. വയറ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം കട്ടിയുള്ള ഒരു പരിപാടി അവർ പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പൊട്ടാതിരിക്കാനേ. ദുർബലനല്ല മറ്റതുപോലെ. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള വയറാണ് കൊടുത്തേക്കണത്. പക്ഷേ ഇവിടുത്തെ കേസ് എന്ത് സംഭവിക്കാം, എപ്പോൾ വേണേലും പൊട്ടാം. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വേറൊരു കാര്യമാണ്, ഫൺ ഫാക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിനൊന്നും ബാറ്ററി വേണ്ട. അറിയാമല്ലോ, വയർഡായിട്ടുള്ള ഒരു സാധനത്തിനും ബാറ്ററി വേണ്ട. നേരാവണ്ണം നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേക്കൺ കയററ്റ് യൂസ് ചെയ്ത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നിൽക്കും. എന്നാൽ നമ്മളുടെയൊക്കെ വലിയ വില കൊടുത്ത് മേടിക്കുന്ന TWS ഇല്ലേ, ബോട്ട് ആയിക്കോട്ടെ, നത്തിങ് ആയിക്കോട്ടെ, സോണി ആയിക്കോട്ടെ, അത് വലിയ വിലയുള്ള $600, 2000 അത്ര ഹെവി വിലയുള്ള സാധനത്തിൻ്റെ ബാറ്ററി, അതായത് ഈ പറയുന്ന സാധനം യൂസ് ചെയ്ത് ഒരു 3 വർഷം കൊണ്ട് അതിൻ്റെ ഒരു ബാറ്ററിയുടെ പരിപാടി തീരും. നിങ്ങൾക്ക് ആ ബാറ്ററി ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ റിപ്പയറബിലിറ്റി 0 ആണ്. ഏത് ഈ പറയണ TWS ട്രൂ വയർലെസ് സ്റ്റീരിയോയിൽ ബാറ്ററി പോയി ആ സാധനം എടുത്ത് കളയുക എന്ന് മാത്രമേ ഓപ്ഷനുള്ളൂ.
നിങ്ങൾ എത്രത്തോളം അധികം ANC കാര്യങ്ങളൊക്കെ ഇട്ട് സാധനം യൂസ് ചെയ്യുന്നു, ഈ ബാറ്ററി, അതിൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററി ഡീഗ്രേഡായി പോവും. അല്ലാതെ ആ സാധനത്തിന് വേറെ ബാറ്ററി ഒന്നും വെച്ചിടാൻ പറ്റില്ല. ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷേ ദാറ്റ് ഇസ് എ ആക്ച്വൽ ഫാക്ട്. റിപ്പയറബിലിറ്റി ഓൺ എ TWS 0. ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇപ്പം ഇങ്ങനത്തെയൊക്കെ വയേർഡായിട്ടുള്ള സാധനങ്ങളൊക്കെ പിന്നെയും പൊങ്ങി വന്നു. ഇപ്പോൾ IEM എന്ന് പറയുന്ന സാധനം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനത്തെയൊക്കെ വയറൊക്കെ ആയതുകൊണ്ട് ഇത് വയറ് പൊട്ടിക്കഴിഞ്ഞാൽ വേറെ വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധനം വർക്ക് ചെയ്യും. എത്ര നാൾ വേണോ വർക്ക് ചെയ്യും. നമ്മളൊന്നും അത്യാവശ്യം നന്നായിട്ട് ഭയങ്കരമായിട്ടൊന്നും സൂക്ഷിക്കേണ്ട, അത്യാവശ്യം ഒന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണോ ആ ഡ്രൈവർ വർക്കാവും. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് വയേർഡ് ഹെഡ്സെറ്റ് ഓർ വയേർഡ് IEMs. നമ്മളുടെ TWS ഇന്നും ഞാൻ പറയാം, ബ്ലൂടൂത്ത് ടെക്നോളജി തന്നെ ഭയങ്കര സംഭവമല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ലോസ്ലെസ് ഓഡിയോ ഒക്കെ പ്യുവറായിട്ടുള്ള ലോസ്ലെസ് ഓഡിയോ വിത്ത് ഒരു നല്ല ഒരു നമ്മൾ മറ്റേ മ്യൂസിക് പ്ലെയറുണ്ട്, ഈ പ്യുവറായിട്ടുള്ള FLAC പ്ലെയേഴ്സ് ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് പാട്ട് കേൾക്കണമെങ്കിൽ വയേർഡാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം സെൻഹൈസറിൻ്റെയൊക്കെ വലിയ മറ്റേ ഈ മോണിറ്റേഴ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല, ഈ വലിയ വിലയുള്ള ഈ ഹെഡ്സെറ്റുകൾ, അത് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട്. എത്ര വർഷം വേണമെങ്കിലും നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. തലമുറയ്ക്ക് നമുക്ക് മാറാം, ആ ലെവലാണ്. അതാണ് അതിൻ്റെ ഒരു ഫൺ ഫാക്റ്റ്. എന്തിനാണെങ്കിലും ഇനി വരാൻ പോകുന്ന TWSൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ അത് പറയാം കേട്ടോ, ഓർമ്മിപ്പിക്കാവേ. 3 വർഷം 3 or 4 വർഷം കൊണ്ട് നിങ്ങളുടെ ആ സാധനത്തിൻ്റെ ബാറ്ററി പോയി കഴിഞ്ഞാൽ പോയതാണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല, എടുത്ത് കളയുക. വലിയ വില കൊടുത്ത് വാങ്ങിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് ഷോ കേസിലൊക്കെ എടുത്ത് ചുമ്മാ വയ്ക്കാം. അതല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതാണ് സത്യം. എന്തിനാണെങ്കിലും ഈ എണ്ണം കൊള്ളാം, മോശമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ദിസ് ഈസ് ഓൾസോ വെരി ഗുഡ് കമ്പയറിങ് വിത്ത് ദിസ്. ആകെയുള്ള പ്രശ്നം ഞാൻ പറയും, വയറ് പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിയതാണ്. ട്രബിളും മിഡും അത്ര ഇറ്റ്സ് നോട്ട് ബാഡ്, ബട്ട് കുഡ് ഹാവ് ബീൻ മച്ച് മോർ, കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി, ഒരു ജിൽനെസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സാധനം സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പെർഫെക്റ്റ് ആയിരുന്നേനെ. ബിക്കോസ് ആ ബേസ് ഭയങ്കര രസമാണ്. നിങ്ങളത് വെക്കുമ്പോൾ തന്നെ, നിങ്ങളിത് വെച്ച് പാട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നതും ആ ബേസാണ്. എനിവേസ് താങ്ക് യു സോ മച്ച് നമ്രത ഫോർ സെൻഡിങ് മീ ദിസ് ഗിഫ്റ്റ്. ആൻഡ് ആ പാവപ്പെട്ടവൻ ഹാപ്പി ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ മറ്റേ കരഞ്ഞുകൊണ്ടിരുന്ന ചെറുകൻ കമൻറ്റ് ബോക്സിൽ, എടാ നിനക്ക് വേണ്ടി മാത്രം, നീ ആരിത് കണ്ടില്ല, നീ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. ബിക്കോസ് എനിക്ക് ഈ വീഡിയോ നീ മാത്രം കണ്ടാൽ മതി, വേറെ ആരും കാണണ്ട. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്, വേറെ ആർക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ.